എനിക്ക് ലൈസൻസ് ഒക്കെ കിട്ടി, പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാൻ ഇപ്പോഴും അറിയില്ല. എന്താ പറഞ്ഞേ? ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ടും വണ്ടി പാർക്ക് ചെയ്യാൻ അറിയില്ലെന്നാണോ? Yes. Hey, iHeartRadio, we are BTS. There you go. Just another Friday in New York City. Welcome to New York, guys. Woohoo! Big Apple. I know it is. 6 വർഷങ്ങൾക്ക് മുമ്പും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ തിരികെ വന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഈ ആരിരംഗ് ടൂർ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പോവുകയാണല്ലോ. ലോകം മുഴുവൻ BTSനെ സ്നേഹിക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു എന്നത് തന്നെയാണ്. സ്വന്തം രാജ്യത്തെ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുമ്പോഴും ഇപ്പോൾ ആ സ്നേഹം ലോകമെമ്പാടുമുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു. അതിനെ ഞങ്ങൾ ശരിക്കും അഭിനന്ദിക്കുകയാണ്. കൊറിയയിൽ തുടങ്ങി ജപ്പാൻ, പിന്നീട് ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിങ്ങനെ പോകുന്ന ഈ വേൾഡ് ടൂർ വളരെ ആവേശകരമാണ്. ഓഗസ്റ്റിൽ നിങ്ങൾ ന്യൂയോർക്കിലേക്കും എത്തുന്നുണ്ടല്ലോ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു വീണ്ടും വേദിയിൽ എത്തിയ ആ ആദ്യ പ്രകടനം ഏറെ നെർവസ് ഉണ്ടാക്കിയ ഒന്നായിരുന്നു. അന്ന് ആ വേദിയിൽ നിന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഉള്ളിലെ വികാരം? ഞങ്ങൾക്ക് ശരിക്കും വലിയ പേടിയുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പായി ആരാധകർക്ക് മുന്നിൽ ലൈവായി പെർഫോം ചെയ്തിട്ട് കുറച്ചധികം കാലമായല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ പെർഫെക്റ്റായി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയധികം പേടി തോന്നിയത്. മുൻപത്തേതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ ഇത്തവണ വേദിയിൽ പെർഫോം ചെയ്യണം എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറിയത്. ഈ തിരിച്ചുവരവ് എളുപ്പമാക്കാൻ നിങ്ങൾക്ക് എത്ര സമയമെടുത്തു? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പഴയതുപോലെ ഒരുമിച്ചത്? ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി നടത്തിയ യാത്രകളിലൂടെ ഞങ്ങളിൽ ഓരോരുത്തർക്കും സ്വാഭാവികമായും വലിയൊരു ആത്മവിശ്വാസവും വ്യക്തിത്വവും കൈവന്നിരുന്നു. എന്നാൽ ഞങ്ങൾ പതിയെ ആ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയും ഒരുമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ആരിരാങ് എന്ന ആശയത്തിലേക്ക് എത്തിയത്. അതായിരുന്നു ആ ഒരു യാത്ര. ആ മാറ്റങ്ങളിലൂടെ വളർന്ന് പുതിയൊരു തലത്തിൽ എത്തുകയായിരുന്നു ഞങ്ങൾ. ആ വളർച്ചയുടെ ഫലമായാണ് ഇപ്പോൾ കൂടുതൽ മെച്ചൂറായ ഒരു സംഗീതം ഞങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത്. ഇന്ന് രാത്രി നെറ്റ്ഫ്ലിക്സിൽ BTS ദ റിട്ടേൺ എന്ന ഡോക്യുമെൻ്ററി വരികയാണല്ലോ. നിങ്ങളുടെ ജീവിതത്തിന്റെ തിരശീലയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ ആരാധകർക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ അത്തരം വശങ്ങൾ ആരാധകരെ കാണിക്കുന്നത് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ആണോ, അതോ അതിൽ ചെറിയ പേടിയുണ്ടോ? BTS of BTS. ഇത് BTSന്റെ ഒരു BTS വിശേഷമാണല്ലോ. ഞങ്ങളുടെ ക്രിയേറ്റീവ് പ്രോസസ്സ് എത്രത്തോളം സത്യസന്ധമായി കാണിക്കാൻ പറ്റുമോ അത്രയും നന്നായി കാണിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചത്. മുൻപത്തേക്കാൾ വളരെ പുതുമയുള്ള ഒന്നായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇത് ആരാധകർ എങ്ങനെ സ്വീകരിക്കും എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് റിലീസാകുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും ഒരു സ്ക്രീനിങ് പോലെ ഒരുമിച്ചിരുന്ന് ഇത് കണ്ടിരുന്നു. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡോക്യുമെൻ്ററി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആ ഫസ്റ്റ് നോട്ട് പാടി തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മളെല്ലാവരും ഒന്നായി മാറുന്നു. അതാണ് സംഗീതത്തിൻ്റെ ഭംഗി. നമ്മൾ ഒരേ ഭാഷ സംസാരിക്കുന്നവരല്ലെങ്കിൽ പോലും സംഗീതം നമ്മളെ ഒന്നാക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇത്രയ്ക്കധികം സ്നേഹിക്കുന്നത്. ആലോചിച്ച് നോക്കിയാൽ ഞങ്ങളും ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന കലാകാരന്മാരുടെ ആരാധകരായിരുന്നു. അവർ മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരാണെന്ന് കരുതി ഞങ്ങൾ അവരെ മാറ്റി നിർത്തുന്നില്ല. ഞാൻ അവരുടെ ആരാധകനായിരുന്നു, ഇപ്പോഴുമാണ്. ഭാഷ ഒരു തടസ്സമായി എനിക്ക് തോന്നുന്നില്ല. അവരുടെ സംഗീതത്തിലെ വികാരങ്ങൾക്കും അവരുടെ വ്യക്തിത്വത്തിനുമാണ് ഞാൻ എപ്പോഴും മുൻഗണന നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകർ ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഭാഷ ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ഇംഗ്ലീഷ് അത്ര മികച്ചതൊന്നുമല്ല. എന്നാലും ഞങ്ങളുമായി സംസാരിക്കാൻ ഞങ്ങളുടെ ആരാധകർ കൊറിയൻ ഭാഷ പഠിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതിന് ഞങ്ങളെപ്പോഴും കടപ്പെട്ടവരായിരിക്കും. ആർമി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് നിങ്ങളുടെ സ്വിം എന്ന പാട്ടിനെ കുറിച്ച് സംസാരിക്കാം. നമ്മളിപ്പോൾ ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് നീന്തി തുടിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒഴുക്കിനൊപ്പം നീങ്ങുന്നതിനെ കുറിച്ചോ ഒക്കെയാണെന്നാണ്. ശരിയല്ലേ? ചിലർക്ക് ഇതൊരു പ്രണയഗാനമായി തോന്നാം. ഐ കുഡ് സ്പെൻഡ് എ ലൈഫ് ടൈം വാച്ചിങ് യു. ഈ വരികൾ കേൾക്കുമ്പോൾ നിന്നെ നോക്കിക്കൊണ്ട് എനിക്കൊരു ജന്മം മുഴുവൻ ചെലവഴിക്കാൻ കഴിയും എന്നൊക്കെ തോന്നുന്നത് കൊണ്ടാകാം. പക്ഷേ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യം ഇതിന് പിന്നിലുണ്ട്. ഈ പാട്ടിൻ്റെ ഹുക്ക് ലൈനിന് വേണ്ടി 2 ഓപ്ഷൻസ് ആയിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്.
swim, water falling off your skin, swim. I could spend a lifetime watching you. So there were. ഞാൻ ഒരുപാട് സംസാരിച്ചെങ്കിലും മിക്കവരും പറഞ്ഞത് ഐ കുഡ് സ്പെൻഡ് എ ലൈഫ് ടൈം വാച്ചിങ് യു എന്ന വരിയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ തിരഞ്ഞെടുത്തു. എനിക്ക് വ്യക്തിപരമായി പക്ഷേ മറ്റേ വരിയുടെ ആ ഒരു വൈബായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഇതൊരു പ്രണയഗാനമായും കാണാം. കാരണം ഇതിനൊരു യൂണിവേഴ്സൽ സ്വഭാവമുണ്ട്. ഞങ്ങൾ മിലിറ്ററിയിലായിരുന്ന ആ 550 ദിവസങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പട്ടാളത്തിൽ ഓരോ ദിവസങ്ങളും എണ്ണിയിരുന്ന ആ കാലം, ആ സമയത്തിനൊപ്പം വെറുതെ നീന്തി നീങ്ങുന്നതിനെക്കുറിച്ചും ഓരോ ചുവടായി മുന്നോട്ട് വയ്ക്കുന്നതിനെക്കുറിച്ചുമാണ് ഈ പാട്ടിൽ ശരിക്കും പറയുന്നത്. ശരിക്കും ജീവിതം ഒരു കടൽ പോലെ തന്നെയാണ്. നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. കടൽ നമ്മളെക്കാൾ വലുതാണ്. അത് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒഴുക്കിനനുസരിച്ച് അതിനോടൊപ്പം വെറുതെ അങ്ങ് പോവുക. ശരി, ഇനി നമുക്ക് ഒരു TMI കളിച്ചാലോ? കഴിഞ്ഞ തവണ നിങ്ങൾ ഇവിടെ വന്നപ്പോഴും നമ്മൾ TMI കളിച്ചിരുന്നു. ഇത്തവണ ഓരോരുത്തർക്കും മറ്റംഗങ്ങളെക്കുറിച്ച് ആർക്കും അറിയാത്ത ഓരോ രഹസ്യങ്ങൾ പറയണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ഗെയിം വാങ്ങി. പക്ഷേ പേയ്മെന്റ് എറർ കാരണം പുള്ളിക്ക് അത് കളിക്കാൻ പറ്റിയില്ല. It's me. It's me. It's me. So which അതാരാ ചെയ്തത്? Sugar. oh, sugar. Me. Thank you. That's so generous of our daddy. വേറെ ആർക്കെങ്കിലും പൈസ വേണോ? പുള്ളിതേ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 저도 오늘 എനിക്കും ഇന്ന് പേയ്മെന്റിലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. I'm out of money. ഇനി ആരും ചോദിക്കരുത്, എന്റെ കീശ കാലിയായി. ഇപ്പൊ ആലോചിക്കുമ്പോ എന്റെ പേയ്മെന്റ് സിസ്റ്റത്തിലും എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ ആരാധകർക്ക് നിങ്ങളെ കാണുന്നതും നിങ്ങളുടെ വീഡിയോകളും സ്റ്റേജിലെ പ്രകടനങ്ങളും TV ഷോകളും ഒക്കെ കാണുന്നതും ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷേ ക്യാമറയ്ക്ക് പിന്നിലെ നിങ്ങളുടെ ജീവിതം കാണാൻ അവർക്ക് വലിയ അവസരങ്ങളൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഭാഗം രഹസ്യമായി വെക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ചിലപ്പോഴൊക്കെ അല്പം ചമ്മൽ തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും എല്ലാം തുറന്നു കാണിക്കുന്നതിൽ നിങ്ങൾക്കിപ്പോൾ കുഴപ്പമില്ല എന്നാണോ? ഈ ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ അത്ര വലിയ സംഭവങ്ങളൊന്നും അല്ലെന്ന്. ഞങ്ങളുടെ സകല വട്ടുകളും നിങ്ങൾ കാണാൻ പോവല്ലേ? നിങ്ങൾ ഒരുപാട് കാലമായി ഒരുമിച്ച് താമസിക്കുന്നവരാണല്ലോ. ഒരുമിച്ച് ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്കൊരു സാഹചര്യം ആലോചിക്കാം. നിങ്ങളെല്ലാവരും കൂടി ഒരു ടൂർ ബസ്സിൽ യാത്ര പോവുകയാണ് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആരും ഇല്ലാത്തൊരു കാട്ടിൽ വെച്ച് നിങ്ങളുടെ ബസ് കേടാകുന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആ കാട്ടിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു വരും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? Sugar. Oh, okay. Why sugar? Yeah, he's like a. ശുഗ ആളൊരു നടക്കുന്ന GPT പോലെയാണ്. ആൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ, അതായത് ആരുമില്ലാത്ത ഒരിടത്ത് വെച്ച് ബസ് കേടാവുകയാണെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് സർവൈവ് ചെയ്ത് നോക്കണമെന്നുണ്ട്. Oh my gosh. Okay, who would be? ശരി, അപ്പോ ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് ആർക്കായിരിക്കും? I am. Oh. He knows right away. Yeah, maybe me because. അതെ, അത് ചിലപ്പോൾ ഞാനായിരിക്കും. കാരണം എനിക്ക് ലൈസൻസ് ഒക്കെ കിട്ടി. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാൻ ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് ഒരു $20 കയ്യിലുണ്ടെങ്കിൽ. എന്താ പറഞ്ഞേ? ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ടും വണ്ടി പാർക്ക് ചെയ്യാൻ അറിയില്ലെന്നാണോ? Yes. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ വാലറ്റ് പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ. അതിനാണോ അപ്പോൾ നേരത്തെ ആ $20 ചോദിച്ചത്? Seriously. So